ഇവിടുന്നാണ് ബോംബിൻ്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ല കേൾക്കാൻ പറ്റണ ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ, അവൻ വെടിവെച്ച് കൊന്ന ആളെത്രയാ, അവൻ ബോംബെറിഞ്ഞ് കൊന്ന ആളെത്രയാ? പറയണ ആളുകളെ പേര് കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി അവൻ വെട്ടിക്കൊന്ന ആളെത്രയാണ്, വെടിവെച്ച് വന്ന എത്രയാണെന്ന് ചോദിക്കുന്ന KPCC പ്രസിഡന്റ് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിമാരെന്ന് പറയുന്ന രീതിയാണ് നിങ്ങൾ ഇതാ കാണാൻ. ആർക്ക് വേണം വലിഞ്ഞു കയറി വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ദ്യനായ ഒരു ബിഷപ്പിനെ അല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ച് ഈ കഴിഞ്ഞ ദിവസം? കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച 3-4 വാക്കുകളുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഞാനത് കൊട്ടിയില്ല. കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്കുപോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് വാക്കുകൾ നമ്മൾ ബഹുമാനത്തോടു കൂടിയും സൂക്ഷിച്ചുമൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം.